ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നു. 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. കൊരിന്ത്യരെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് അവർ വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ച് വന്നവരാണ്. പൗലോസ്ലീഹ പറഞ്ഞ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളെടുത്താണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടു. യേശു കർത്താവാകുന്നുവെന്ന് ഏറ്റുപറയുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അങ്ങനെ അതിനുശേഷം 4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ കൃപാദാനങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപാദാനങ്ങൾ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച്. ഈ കൃപാവരങ്ങൾ പലതാണെങ്കിലും അവയുടെ ദാതാവായ പരിശുദ്ധാത്മാവ് ഏകനാണ്. ആദിമസഭയുടെ കാലത്ത് അത്ഭുത വരങ്ങളുടെ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. ഈ ദൈവദത്തമായ ഈ കൃപാവരങ്ങൾ പ്രാപിച്ചവർ താഴ്മയോടും വിനയത്തോടും ആ കാലങ്ങളിൽ അത് ഉപയോഗിച്ചിരുന്നതിനാൽ അത് സഭയ്ക്ക് ആത്മീക വർധനവിന് കാരണമായിട്ട് തീർന്നു. ഇങ്ങനെ വരം ലഭിച്ചവർ അഹങ്കാരത്തോടുകൂടി അത് പ്രവർത്തിച്ചാൽ അവരുടെ വരങ്ങൾ മുഖാന്തരം സഭയിൽ ഭിന്നതയും കലഹവുമാണ് ഉണ്ടാവുക. ഏകദേശം 9 വരങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. ആ ആത്മാവ് ഓരോരുത്തർക്കും ഈ വരങ്ങളെ നൽകുന്നത് സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരാൾക്ക് വിവേകത്തിൻ്റെയും ആയ വചനം, മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനം. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരം, ഒരുവനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി, വേറൊരുവനെ പ്രവചിക്കാനുള്ള വരം, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ളതായ വരം, വേറൊരാൾക്ക് ഭാഷാവരം, വേറൊരാൾക്ക് അത് വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. ഇതെല്ലാം ഒരേ ആത്മാവാണ് നൽകുന്നത്. വ്യത്യസ്തമായ രീതിയിൽ നൽകുന്നത് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ കൃപാവരങ്ങൾ പ്രാപിക്കുന്നവരെക്കുറിച്ച് പൗലോസ്ലീഹായ്ക്ക് പറയാനുള്ളത് ഒന്നാമത് സകലതും ഉചിതവും ക്രമമായി നടത്തണമെന്നുള്ളതാണ്. 2, ഈ വരങ്ങളെല്ലാം സഭയുടെ പൊതു നന്മയ്ക്കായിട്ട് അത് പ്രയോഗിക്കേണ്ടതാണ്. 3, എല്ലാ വരങ്ങളും സഭയ്ക്ക് അനുഗ്രഹകരമായിരിക്കണം. 4, ഭൂതങ്ങൾ പ്രവേശിച്ച് ചില സ്ത്രീപുരുഷന്മാർ ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്ന അക്കാലത്ത് അത് ദൈവികമാണോ പൈശാചികമാണോ എന്ന് വിവേചിച്ചറിയണമെന്ന് പൗലോസ്ലീഹ ജനത്തെ ഉപദേശിക്കുന്നുണ്ട്. അത് 2 തെസ്സലോനിക്കർ 2-ന്റെ 9-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 12-3 നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വരങ്ങൾ മൂലം സത്യമതബോധനവും സന്മാർഗവർദ്ധനയുമാണ് ഉണ്ടാകേണ്ടത്. അത് ലക്ഷ്യം വെച്ച് വരം ലഭിച്ചവർ അത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. എന്നാൽ ആദിമ സഭയിലുണ്ടായിരുന്ന അത്ഭുതങ്ങൾ പിന്നീട് സഭയിൽ അതുപോലെ തന്നെ സാധാരണമായിട്ട് നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പിന്നീട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭാഷാവരമോ നിന്നുപോകും, പ്രവചനപരമോ നീങ്ങിപ്പോകും, നിലനിൽക്കുന്ന ഒരൊറ്റ വരം മാത്രമേ ഉള്ളൂ, അത് സ്നേഹം മാത്രമാണ്.
എല്ലാ വരങ്ങളും എല്ലാവർക്കുമില്ല. അത് ഓരോരുത്തർക്കും ദൈവഹിതം അനുസരിച്ച് അത് നൽകപ്പെടുന്നുവെന്ന് മാത്രം. പിന്നീട് അദ്ദേഹം പറഞ്ഞ സർവ്വവരദാനവും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നീട് 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവൊന്ന് വരങ്ങൾ പലത് എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് ശരീരമൊന്ന് അവയവങ്ങൾ പലതെന്ന ആ ഉദാഹരണം എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ശരീരം എന്ന് പറയുന്നത് മശിഹ, ഇവിടെ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരം എന്ന ഒരു വലിയ ഒരു ചിന്ത മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പൗലോസ്ലീഹ ഇവിടെ പറയാണ്. എല്ലാ അവയവങ്ങളും ആ തലയുമായുള്ള ബന്ധത്തിൽ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവയവങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുള്ളത്. ആ തലയാവുന്ന ക്രിസ്തുവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ അവയവങ്ങൾക്ക് പിന്നെ പ്രവർത്തിക്കാനാവില്ല. ശരീരത്തിൽ പല വലിപ്പത്തിലും പല രീതിയിലും പല സ്വഭാവങ്ങളിലുമുള്ള ധാരാളം അവയവങ്ങളുണ്ട്. ഇതുവരെയാണ് പരിശുദ്ധ സഭ. വ്യത്യസ്തരായ ആളുകളുടെ കൂട്ടമാണത്. അതിനകത്ത് യഹൂദനും ഗ്രീക്കുകാരനും അല്ലെങ്കിൽ നാനാജാതി മതസ്ഥരായ ആളുകളൊക്കെ അവിടെയുണ്ട്. പല സ്വഭാവങ്ങളുള്ളവരും പല രീതിയിലുള്ളവരുമുണ്ട്. അവരെല്ലാം ആ ക്രിസ്തുവാകുന്ന തലയുടെ ആ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളായി നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കണം. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഒരവയവത്തിനും മറ്റൊരവയവത്തെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയാനാവില്ല. ബലമുള്ള അവയവമുണ്ട്, ബലം കുറഞ്ഞതുണ്ട്, മാനമുണ്ടെന്നും മാനം കുറഞ്ഞതെന്നും പറയുന്ന അവയവങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം ശരീരത്തിന് ആവശ്യമാണ്. നമ്മുടെ ശരീരം മാത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ചുരുക്കത്തിൽ പൗലോസ്ലീഹ പറയുന്നത് സഭ മുഴുവൻ മശിഹായുടെ ശരീരവും ഓരോരുവനും അതിലെ അവയവങ്ങളുമാണ്. ഈ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് പോലെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം അവിടെ നിലനിൽക്കണം. അവയവങ്ങൾ എപ്പോഴും ഞാനാണ് വലുതെന്നോ ഞാനാണ് മേന്മയുള്ളതെന്നോ ഒരിക്കലും അവയവങ്ങൾ അവകാശപ്പെടുന്നില്ല. ബലമുള്ളവ ബലമില്ലാത്തവയെ സഹായിക്കുകയും അതിനെ കരുതുകയും ചെയ്യുന്നത് പോലെ സഭയിൽ അത് സംഭവിക്കണം. അത് ആ തലയുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ തലയിൽ പക്ഷാഘാതമുണ്ടായാൽ അഥവാ സ്ട്രോക്ക് ഉണ്ടായാൽ അവയവങ്ങൾ നിശ്ചലമായി പോകും. കാരണം ആ അവയവങ്ങൾ തലയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവയവങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. മറ്റൊരു അവയവത്തിൻ്റെ വേദന പങ്കുവയ്ക്കാനാവില്ല. ആ തലയുമായുള്ള ബന്ധത്തിൽ അവയവങ്ങൾ നിലനിൽക്കുമ്പോൾ ഇടതുകൈക്കൊരു വേദന വന്നാൽ വലതുകൈ അവിടെ വരികയും അതിനെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അവരെല്ലാ അവയവങ്ങളും പരസ്പരം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബന്ധമാണ് സഭയിലുണ്ടാവേണ്ടത്. ഈ വ്യത്യസ്തമായ അവയവങ്ങളെ പോലെയാണ് വ്യത്യസ്തങ്ങളായ വരങ്ങൾ ദൈവം സഭയ്ക്ക് നൽകിയിട്ടുള്ളതെന്നാണ് പൗലോസ്ലീഹ പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വരങ്ങളെല്ലാം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കണം. ഇടതുകൈക്ക് വേദന വന്നാൽ വലതുകൈ അതിനെ തിരുമ്മി ആശ്വസിപ്പിച്ചിട്ട് ഞാനാണ് നിന്നെ സഹായിച്ചത്, ഞാനാണ് നിന്നെ കരുതിയത്, നീ എന്നോടുള്ള ബന്ധത്തിലായിക്കൊള്ളുന്ന ഒരിക്കലും അവിടെ അവകാശങ്ങളൊന്നും അവിടെ ഉന്നയിക്കുന്നില്ല. ഓരോ അവയവങ്ങളും അതാത് അവയവങ്ങളുടെ ഡ്യൂട്ടി എന്ന രീതിയിലാണ്, ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ആ ശരീരത്തിലെ അവയവങ്ങളിൽ ആയതുപോലെ ഇത് സഭയിൽ ഓരോരുത്തരുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നു. ഒന്നാമത് അപ്പസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് പ്രബോധകന്മാർ, പിന്നെ അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷകർ, ഭരണകർത്താക്കൾ,
വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, ഇവരെല്ലാം ഇത് സഭയിലുണ്ട്. ഇവിടെ ഭരണകർത്താക്കൾ എന്ന വാക്ക് വാസ്തവത്തിൽ പൗലോസ്ലീഹ 7-ാമതാണ് ഇവിടെ വന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ സഭയുടെ പ്രശ്നം ഈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനാണ് എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഒന്നാമത്തെ വരം പോലെ എല്ലാവരും കാണുകയും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നുമല്ല, മറ്റു വരങ്ങളാണ് സഭയെ നിലനിർത്തുന്നത്. അപ്പോൾ വിവിധ ഭാഷാപരമൊക്കെ കാലങ്ങളിലുണ്ടായിരുന്നു. അന്നത്തെ സഭയ്ക്ക് അത് ആവശ്യമായിരുന്നു. കാരണം വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് സഭയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ സഭയിൽ പ്രബോധനം നടത്തുമ്പോൾ അവർക്കെല്ലാം അവരവരുടെ ഭാഷകളത് മനസ്സിലായെങ്കിൽ മാത്രമേ ആ സഭയിൽ അവർക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ദൈവം കൊടുത്ത പ്രത്യേകമായ ചില വരങ്ങൾ ആ കാലങ്ങളിലുണ്ടായിരുന്നു. അത് എക്കാലത്തും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്കും ദൈവം ഓരോ വരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും വരങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വരമുള്ള ആൾ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് അഹങ്കരിക്കാൻ പാടില്ല. വളരെ വിനയപൂർവ്വം ശുശ്രൂഷ മനോഭാവത്തോടെ ആ വരങ്ങളെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അത് ഈ വരം ലഭിച്ച ആളിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായിട്ട് ഭവിക്കുന്നത്. ചില ആളുകൾക്ക് പാടാനുള്ള കഴിവ്, ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ്, ചില ആളുകൾക്ക് എഴുതാനുള്ള കഴിവ്, ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്, ചിലർക്ക് ക്ലാസ് നടത്താനുള്ള കഴിവ്, അങ്ങനെ വ്യത്യസ്തമായ ഓരോരോ വരങ്ങൾ. മറ്റു ചില ആളുകൾക്ക് ഇതൊന്നും ചെയ്യാനില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാൻ സാധിക്കും. അവർ മൗനമായിട്ട് ഇതിനോട് പ്രവർത്തിക്കും. അതൊക്കെ എന്തൊരു വലിയ വരങ്ങളാണെന്നറിയുമോ? അതിന് ഒരുപാട് വരങ്ങൾ ഉണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് സഭയാകുന്ന ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ഈ ശരീരം മുഴുവൻ ഇങ്ങനെ നിലനിൽക്കാൻ സാധിക്കും. ഇതുപോലെയാണ് സഭ ഇവിടെ നിലനിൽക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഓരോ അവയവങ്ങളും ഞാനാണ് വലുത്, ഞാനാണ് മുഖ്യൻ എന്ന രീതിയിൽ ഓരോ അവയവങ്ങളും ഇവിടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സഭകളുടെ. അത് എല്ലാ ക്രൈസ്തവ സഭയെയും അത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട താഴ്മയോടെ വിനയത്തോടെ ദൈവം ഇതെല്ലാം നൽകിയതാണ്, അത് ദൈവത്തിനു വേണ്ടി ഈ ഭൂമി പ്രവർത്തിക്കാനാണെന്നുള്ള മനോഭാവത്തോടെ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും നമുക്കിടയാകണം. അങ്ങനെയുള്ള ഒരു സമർപ്പിത ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.